Hello everyone, welcome to our UGC Net online course. So, നമ്മൾ ലാസ്റ്റ് കുറേ ദിവസങ്ങളായിട്ട് യൂണിറ്റ് 1 നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ യൂണിറ്റ് 2 ആയിരിക്കും കവർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ. ഈ യൂണിറ്റ് 2-നകത്ത് 10 സബ് ടോപ്പിക്സ് ആണ് വരുന്നത്. അതിനകത്തുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ടോപ്പിക് 1, ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്സ് ആൻഡ് കമ്പോണൻറ്റ്സ്. ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്സ് ആൻഡ് കമ്പോണൻറ്റ്സ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്ന് കഴിഞ്ഞ 3 എക്സാംസിലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അനാലിസിസ് ആണ് ഈ ഒരു ടേബിളിലുള്ളത്. ആൻഡ് നമുക്ക് കാണാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോജിക് ഗേറ്റ്സ്, കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, ഈ 3 ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഈ 3 ടോപ്പിക്കിനെയും റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ് കവർ ചെയ്ത് പോകുന്നത്. So, in this video, we are going to focus on logic gates, Boolean algebra, combinational circuits, sequential circuits, and flip-flops. So, our first topic is logic gates. Logic gates are the basic building blocks of any digital system. In a circuit, logic gates will make decisions based on a combination of digital signals coming from its inputs. അതായത് ഇൻപുട്ട് കോമ്പിനേഷൻ എങ്ങനെയാണോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻപുട്ടിൽ 1, 0 എന്നുള്ളൊരു കോമ്പിനേഷനാണ് വരുന്നതെങ്കിൽ ആ ഒരു ഇൻപുട്ട് കോമ്പിനേഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും ലോജിക് ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അറ്റ് എനി ഗിവൻ മൊമെൻറ്റ് എവറി ടെർമിനൽ ഇസ് ഇൻ one of the two binary condition, either true or false, and false represents 0 and true represents 1. ഇനി 7 മെയിൻ ലോജിക് ഗേറ്റ്സ് ആണുള്ളത്. ദേ ആർ ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്, നാൺ ഗേറ്റ്, നോർ ഗേറ്റ്, എക്സോർ ഗേറ്റ് ആൻഡ് എക്സ്നോർ ഗേറ്റ്. ഈ ഒരു ഫിഗറിനകത്ത് നമുക്ക് ഈ 7 എണ്ണത്തിൻ്റെയും സിമ്പിൾസ് കാണാം. ആൻഡ് പ്ലസ് അതിനകത്ത് ഒരു എക്സ്ട്രാ ഗേറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഇസ് ബഫർ ഗേറ്റ്. ഈ ബഫർ ഗേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ റീജനറേറ്റ് ദ ഇൻപുട്ട്, ദാറ്റ് ഇസ് എന്താണോ ഇൻപുട്ട് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിലോട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് വിത്തൗട്ട് എനി ചേഞ്ച്. ദാറ്റ് ഇസ് ദ പർപ്പസ് ഓഫ് എ ബഫർ ഗേറ്റ് ഇസ് ടു റീജനറേറ്റ് ദ സിഗ്നൽ. ആൻഡ് ബാലൻസ് ഉള്ള 7 ലോജിക് ഗേറ്റ്സ് നമ്മൾ ഇൻ ഡീറ്റെയിൽ വരുന്ന സ്ലൈഡ്സിൽ നോക്കും. സോ ഫസ്റ്റ് വൺ, AND gate. The AND gate is so named because its operation is similar to that of the AND operator. ആൻഡ് ഈ ഒരു ഫിഗറിനകത്ത് നമുക്ക് AND ഗേറ്റിൻ്റെ സിമ്പിൾ കാണാം. 2 ഇൻപുട്ട്സ് ആണുള്ളത്, എയും ബിയും, ആൻഡ് ദ ഔട്ട്പുട്ട് ഇസ് റെപ്രസെൻറ്റഡ് ആസ് A.B. Also, the truth table is also given, and whenever both the inputs are true, the output is true. Or else we can say it as whenever one of the input is 0, the output is 0. Next one is OR gate. And OR gate's operation is similar to that of the logical OR operator. ആൻഡ് ഇതിൻ്റെ സിമ്പിൾ ഈ ഒരു ഫിഗറിൽ കാണാം. 2 ഇൻപുട്ട്സ് എയും ബിയും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഇസ് റെപ്രസെൻറ്റഡ് ആസ് A plus B. ആൻഡ് ഇറ്റ്സ് ട്രൂത്ത് ടേബിൾ ഇസ് ഓൾസോ ഗിവൺ ഇൻ ദിസ് ഫിഗർ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്താവും? 1 ആവും. വെൻ ബോത്ത് ഇൻപുട്ട്സ് ആർ 0, ദ ഔട്ട്പുട്ട് ഇസ് 0. ഇതാണ് ലോജിക്കൽ ഓർ ഗേറ്റിൻ്റെ ഓപ്പറേഷൻ. നെക്സ്റ്റ് വൺ ഇസ് NOT gate. The NOT gate will reverses the logic state. That means if the input is 1, then the output is 0 and vice versa. So it is also known as inverter circuit. അതിൻ്റെ സിമ്പിളാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഫോർ ആൻ ഇൻപുട്ട് എ, ദ ഔട്ട്പുട്ട് ഇസ് റെപ്രസെൻറ്റഡ് ആസ് A bar. ട്രൂത്ത് ടേബിളും കാണിച്ചിട്ടുണ്ട്. ആസ് വി ഓൾറെഡി സെഡ്, ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും, ദാറ്റ് ഇസ് 1. ആൻഡ് ഫോർ ഇൻപുട്ട് 1, ഔട്ട്പുട്ട് ഇസ് 0. അടുത്തത് നാൺ ഗേറ്റ്. ആൻഡ് ഗേറ്റിൻ്റെ ഒരു വേരിയേഷനാണ് ഈ നാൺ ഗേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ നാൺ ഗേറ്റ് ഓപ്പറേറ്റ്സ് ആസ് എൻ ആൻഡ് ഗേറ്റ് ഫോളോഡ് ബൈ എ നോട്ട് ഗേറ്റ്. ഈ ഒരു ഫിഗറിൽ നിന്ന് അത് നമുക്ക് ക്ലിയർ ആണ്. അതിൻ്റെ സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് ആദ്യം ഒരു ആൻഡ് ഗേറ്റ് ഉണ്ടായിരിക്കും, ദെൻ ഇറ്റ് ഇസ് ഫോളോഡ് ബൈ എ നോട്ട് ഗേറ്റ്. സോ ഗിവൺ 2 ഇൻപുട്ട്സ് എ ആൻഡ് ബി, ദ ഔട്ട്പുട്ട് ഇസ് ലൈക്ക് ആദ്യം എന്ത് ചെയ്യും? അതിൻ്റെ രണ്ടിൻ്റെയും ആൻഡ് ഓപ്പറേഷൻ എടുക്കും, ദാറ്റ് ഇസ് A.B. ദെൻ ഈ ഔട്ട്പുട്ടിൻ്റെ ഓർ നോട്ട് ഓപ്പറേഷൻ എടുക്കും, ദാറ്റ് ഇസ് A.B ദ ഹോൾ ബാർ. ദിസ് ഇസ് ഹൗ എ നാൺ ഗേറ്റ് ഓപ്പറേറ്റ്സ്. ആൻഡ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഹിയർ വി ക്യാൻ സീ ദാറ്റ് ദ ഔട്ട്പുട്ട് ഇസ് ഫാൾസ് ഇഫ് ബോത്ത് ദ ഇൻപുട്ട്സ് ആർ ട്രൂ ആൻഡ് അതർവൈസ് ദ ഔട്ട്പുട്ട് ഇസ് ട്രൂ. So next one is NOR gate. The NOR gate is a combination of OR gate followed by a NOT gate.
ഈ ഒരു സിമ്പിൾ കാണുകയാണെങ്കിൽ നമുക്കറിയാം ആദ്യം എന്താണ് ഒരു ഓർ ഗേറ്റ് ദെൻ ഒരു നോട്ട് ഗേറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നോർ ഗേറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് വിത്ത് ടു ഇൻപുട്സ് എ ആൻഡ് ബി ദ ഔട്ട്പുട്ട് ഇസ് റെപ്രസെൻറ്റഡ് ആസ് എ പ്ലസ് ബി ദ ഹോൾ ബാർ. ആദ്യം എന്ത് ചെയ്യും, എ ഓർ ബി എടുക്കും, ദെൻ ദ ഹോളിനെ നോട്ട് ഓപ്പറേഷൻ ചെയ്യും, ദാറ്റ് ഇസ് എ പ്ലസ് ബി ദ ഹോൾ ബാർ. Then the truth table is also given here. Its output is true if both of the inputs are false, and otherwise the output is false. Now universal logic gates. A universal logic gate is a logic gate that can be used to construct all other logic gates. So ഒരു യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ് യൂസ് ചെയ്ത് നമുക്ക് ബാക്കി എല്ലാ ലോജിക് ഗേറ്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദ പ്രീവിയസ്ലി ഡിസ്കസ്ഡ് NAND ആൻഡ് NOR ഗേറ്റ്സ് ആർ വൈഡ്ലി നോൺ ടു ബി universal logic gates, meaning that any other logic gate can be made from these NAND or NOR gates. So next one is XOR gate or exclusive OR gate. So അതിൻ്റെ സിമ്പിളാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് an encircled plus sign is used to show exclusive OR operation. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, A XOR B is equal to A B bar plus A bar B. സോ ഈ ഇക്വേഷൻ്റെ ബേസിസിലാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, എ ബി ബാർ നോക്കും, ദെൻ എ ബാർ ബി നോക്കും, ദെൻ അതിൻ്റെ രണ്ടിൻ്റെയും ഓർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് y കിട്ടും. സോ ഈ ഒരു ട്രൂത്ത് ടേബിൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഔട്ട്പുട്ട് ഇസ് 1 ഇഫ് ദ ഇൻപുട്സ് ആർ ഡിഫറെൻറ്റ് ആൻഡ് ദ ഔട്ട്പുട്ട് ഇസ് 0 ഇഫ് ബോത്ത് ദ ഇൻപുട്സ് ആർ സെയിം. സോ അതാണ് ഇവിടുത്തെ XOR ഗേറ്റിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് XNOR ഗേറ്റ്. XNOR ഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് XOR ഗേറ്റ് ഫോളോഡ് ബൈ എ NOT ഗേറ്റ്. സോ XNOR ഗേറ്റിൻ്റെ സിമ്പിൾ വരുന്നത് XOR ഗേറ്റ് പ്ലസ് ഒരു NOT ഗേറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് XNOR ഗേറ്റ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് A XOR B ദ ഹോൾ ബാർ. ആൻഡ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് A ഡോട്ട് B പ്ലസ് A ബാർ ഡോട്ട് B ബാർ. സോ ഇഫ് ദ ഔട്ട്പുട്ട് ഇസ് here, if the inputs are same, its output is true, and if the inputs are different, its output is false. സോ നമ്മൾ നേരത്തെ പറഞ്ഞ XOR ഗേറ്റിൻ്റെ ജസ്റ്റ് ഇൻവേഴ്സ് ആണ് ഇവിടെ വരുന്ന XNOR ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. Our next topic is Boolean algebra. So എന്താണ് Boolean algebra? It is an algebra that deals with binary variables. Binary variables എന്ന് പറയുമ്പോൾ either 1 or 0 and also logic operations. ആൻഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ആൻഡ് ഓപ്പറേഷൻ, ഓർ ആൻഡ് കോംപ്ലിമെൻറ്റ്. ആൻഡ് ഓപ്പറേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ ഡോട്ട്, ഓർ ആണെങ്കിൽ പ്ലസ്, ആൻഡ് കോംപ്ലിമെൻറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് എ ഓവർ ബാർ. ഫോർ എക്സാമ്പിൾ ബി എന്നുള്ളൊരു വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് നമ്മൾ ബി ബാർ എന്നായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് ബി ഇസ് ഈക്വൽ ടു 0, ബി ബാർ ഇസ് ഈക്വൽ ടു 1, ആൻഡ് when b is equal to 1, b bar is equal to 0. So this is some basics about the Boolean algebra. ഇനി നമുക്കൊരു ബൂളിയൻ ഫംഗ്ഷൻ തന്നിരിക്കുകയാണ്, ദാറ്റ് ഇസ് f is equal to x plus y dash z. സോ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ലോജിക് ഡയഗ്രാം ഡ്രോ ചെയ്യുന്നത് ആൻഡ് ഹൗ ടു ക്രിയേറ്റ് എ ട്രൂത്ത് ടേബിൾ, അതാണ് നമ്മൾ ഈ ഒരു ചെറിയ എക്സാമ്പിളിലൂടെ നോക്കാൻ പോകുന്നത്. സോ അവർ ഫംഗ്ഷൻ ഇസ് f is equal to x plus y z. സോ ഇതിനകത്ത് 3 വേരിയബിൾസ് ആണുള്ളത്, എക്സ്, വൈ ആൻഡ് z. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ 3 ഇൻഡിവിജ്വൽ വേരിയബിൾസ് എഴുതും. ദാറ്റ് ഇസ് ഫോർ ഡ്രോയിങ് ദിസ് ലോജിക് ഡയഗ്രാം വി ഇനീഷ്യലി റൈറ്റ് എക്സ്, വൈ ആൻഡ് z. എന്നിട്ട് നമുക്ക് ഇതിനെ 2 ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് എക്സ് ഒരു ടേം, ദെൻ വൈ ഡാഷ് z എന്ന് പറയുന്നത് സെക്കൻഡ് ടേം. And this y dash z is again splitted into y dash dot z. So നമ്മൾ ആദ്യം എന്ത് ചെയ്യും, y dash കണ്ടുപിടിക്കും, ദാറ്റ് ഇസ് y bar. സോ അവിടെ ഒരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്ത് വൈയിലോട്ട് ഒരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് y dash കിട്ടും. ദെൻ അതിനെയും ഇസഡിനെയും അവിടുത്തെ ഔട്ട്പുട്ടിനെയും ദാറ്റ് ഇസ് y ഡാഷിനെയും ഇസഡിനെയും കൂടെ ഒരു ആൻഡ് ഗേറ്റിലോട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് y dash dot z. Then this output is connected with x in an OR gate. So we will get the final function f is equal to x plus y dash z.
സോ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ലോജിക് ഡയഗ്രാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. നൗ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ട്രൂത്ത് ടേബിളും സിമിലർ വേയിൽ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. 3 വേരിയബിൾസ് ഉണ്ട്, എക്സ്, വൈ ആൻഡ് ഇസഡ്. ദെൻ ആദ്യം നമ്മൾ വൈ ഡാഷ് കണ്ടുപിടിക്കും, ദെൻ വൈ ഡാഷ് ഇസഡ്, ആൻഡ് ഫൈനലി എക്സ് പ്ലസ് വൈ ഡാഷ് ഇസഡ് ചെയ്യുമ്പോൾ എഫ് കിട്ടും. സോ ദിസ് ഇസ് ദ ട്രൂത്ത് ടേബിൾ ദാറ്റ് വി ഗോട്ട് for this function. Next, we are going to look into the several laws that is related to Boolean algebra. So first one is identity law. Identity law means x plus 0 is equal to x, x dot 1 is equal to x. So here when x is given a value 1 or 0, the output will be always equal to this x. That is by using this OR operation. അതുപോലെ തന്നെ എക്സ് ഡോട്ട് വണ്ണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും എക്സിൻ്റെ വാല്യൂ എന്ത് തന്നെ വേരി ചെയ്താലും എക്സ് ഡോട്ട് വൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുമ്പോൾ ഔട്ട്പുട്ട് എന്ത് തന്നെ ആയിരിക്കും, എക്സ് തന്നെ ആയിരിക്കും. ദിസ് ഇസ് ഐഡൻറ്റിറ്റി ലോ. ദെൻ കോംപ്ലിമെൻറ്റ് ലോ, ദാറ്റ് ഇസ് എക്സ് പ്ലസ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഡോട്ട് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0. സിമിലർലി കുറേ ലോസ് ഉണ്ട്. All of them are given in this table. They include idempotent law, dominant law, involution law, commutative law, associative law, distributive law, De Morgan's law and absorption law. So ഈ ലോസ് എല്ലാം നമ്മൾ ബൂളിയൻ ആൾജിബ്ര എക്സ്പ്രഷൻസ് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. സോ ഇത് ഇത്രയൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. സോ നമ്മൾ മുൻപത്തെ സ്ലൈഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ് കണ്ടു, ബൂളിയൻ ആൾജിബ്ര തിയറംസ് കണ്ടു. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ എമംഗ് ദം ഇസ് ഡിമോർഗൻസ് ലോ. ഡിമോർഗൻ ലോനകത്ത് എന്താ പറയുന്നത്, എ ബി ദ ഹോൾ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ ആൻഡ് ഓൾസോ എ പ്ലസ് ബി ദ ഹോൾ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ ഡോട്ട് ബി ബാർ. സോ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ എ ബി ദ ഹോൾ ബാർ എന്ന് യുണൈറ്റഡ്ലി എടുക്കുന്നത് എന്തിന് ഈക്വലൻ്റ് ആണ്, ഇൻഡിവിജ്വലി രണ്ടിൻ്റെയും നോട്ട് ഓപ്പറേഷൻ എടുത്തിട്ട് അതിനെ ഓർ ഗേറ്റ് വെച്ച് ആഡ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്. സോ ഫസ്റ്റ് സർക്യൂട്ടിൽ നമുക്ക് കാണാം, ആദ്യം എയും ബിയും ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നു, ദെൻ അതിൻ്റെ കമ്പൈൻഡ് ഔട്ട്പുട്ടിനാണ് നമ്മൾ നോട്ട് ഗേറ്റിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് എ ബി ദ ഹോൾ ബാർ. ആൻഡ് ദിസ് വൺ ഇസ് ഇക്വലൻ്റ് ടു individually taking the not operation, that is a bar b bar individually and then combining it through a OR gate. So a b the whole bar is equal to a bar plus b bar. Similarly a plus b the whole bar is equal to a bar dot b bar. So this is De Morgan's law. It is an important law. സോ നമ്മൾ ലാസ്റ്റ് സ്ലൈഡ്സിൽ ബൂളിയൻ ആൾജിബ്രയുടെ കുറേ ലോസ് നോക്കി. ആൻഡ് ദർ ആർ ഓൾസോ സം അതർ യൂസ്ഫുൾ ബൂളിയൻ റൂൾസ് ഫോർ മേക്കിംഗ് ദ സിംപ്ലിഫിക്കേഷൻ ഈസിയർ. സോ അങ്ങനത്തെ 3 യൂസ്ഫുൾ ബൂളിയൻ റൂൾസാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിലൊക്കെ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് എ പ്ലസ് എ ബി ഇസ് ഈക്വൽ ടു എ. സോ അതെങ്ങനെയാണ് ഈ ഒരു റൂൾ ഫോം ചെയ്തതെന്നുള്ള അതിൻ്റെ ഒരു ഡെറിവേഷനാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് എ പ്ലസ് എ ബി. എ പ്ലസ് എ ബിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, എ ഇൻറ്റു 1 പ്ലസ് ബി. ദെൻ 1 പ്ലസ് ബി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 1. ദാറ്റ് ഇസ് എനി നമ്പർ ആഡഡ് ടു 1 വിൽ പ്രൊവൈഡ് 1. ദാറ്റ് ഇസ് ലോജിക്കൽ ഓർ ഓപ്പറേഷൻ ഇസ് ഡൺ ഹിയർ. സോ നമുക്ക് എ of 1 എന്ന് പറഞ്ഞു കിട്ടും. ആൻഡ് എ ഇൻറ്റു 1 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് സിംപ്ലി എ. സോ അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. ദാറ്റ് ഇസ് എ പ്ലസ് എ ബി ഇസ് ഈക്വൽ ടു എ. സോ സെക്കൻഡ് ഇക്വേഷൻ ഇസ് എ പ്ലസ് എ ബാർ ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. സോ ഇതെങ്ങനെ വന്നെന്ന് നോക്കാനായിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ LHS എടുക്കാം. ദാറ്റ് ഇസ് എ പ്ലസ് എ ബാർ ബി. നമ്മൾ മുൻപത്തെ ഇക്വേഷൻ ഓൾറെഡി ഡിറൈവ് ചെയ്തു. ദാറ്റ് ഇസ് എ പ്ലസ് എ ബി ഇസ് ഈക്വൽ ടു എ. സോ ഈ ഒരു ഇക്വേഷനിൽ എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, എ പ്ലസ് എ ബി എന്നുള്ളൊരു ടേം കൊടുക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കൺവേർട്ടിംഗ് എ ടു എ പ്ലസ് എ ബി വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം അവർ പ്രീവിയസ് സ്ലൈഡ്. സോ വി വിൽ ഗെറ്റ് എ പ്ലസ് എ ബി പ്ലസ് എ ബാർ ബി. ഇനി ഈ ഒരു ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം, എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് എ ബാർ.
Now identity rule യൂസ് ചെയ്ത് കഴിയുമ്പോൾ a plus a bar is equal to 1 എന്നുള്ളത് കിട്ടും. So we will get a plus b into 1. And again applying identity, 1b is denoted as b. So finally we will get a plus b. So അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി, ദാറ്റ് ഇസ് a plus a bar b is equal to a plus b. അടുത്തത് തേർഡ് ഫോർമുല എന്ന് പറയുന്നത് a plus b ഇൻറ്റു എ പ്ലസ് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി സി. സോ ഇതെങ്ങനെ വന്നു എന്ന് നോക്കാം. സോ എൽ എച്ച് എസ് എടുക്കുവാണ് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി. സോ ഹിയർ യൂസിങ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, ദാറ്റ് ഇസ് എ പ്ലസ് എ സി പ്ലസ് എ ബി പ്ലസ് ബി സി. സോ ഇതിനകത്ത് ആദ്യത്തെ ടേം ദാറ്റ് ഇസ് എ ക്യാൻ ബി റിട്ടൺ ആസ് സിംപ്ലി എ. സോ നമുക്ക് അടുത്ത പിന്നെ സിംപ്ലിഫൈ ചെയ്ത് ഇക്വേഷൻ കിട്ടി, ദാറ്റ് ഇസ് എ പ്ലസ് എ സി പ്ലസ് എ ബി പ്ലസ് ബി സി. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ എന്തായിരുന്നു, എ പ്ലസ് എ ബി ഇസ് ഈക്വൽ ടു എ. സോ ഹിയർ വി ക്യാൻ റീപ്ലേസ് എ പ്ലസ് എ സി ആസ് എ, ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വി ക്യാൻ റീപ്ലേസ് എ പ്ലസ് എ ബി അഗെയിൻ ആസ് എ. അങ്ങനെ നമുക്ക് ഫൈനലി എ പ്ലസ് ബി സി എന്നുള്ള ഇക്വേഷൻ കിട്ടും, ദാറ്റ് ഇസ് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി സി. സോ ഈ മൂന്ന് ഇക്വേഷൻസ് നമ്മൾ നോക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ വൈൽ ഡൂയിങ് സിംപ്ലിഫിക്കേഷൻസ് ഓഫ് ബൂളിയൻ റൂൾസ് ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. അടുത്തതായിട്ട് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് നമ്മൾ പോവുകയാണ്, ദാറ്റ് ഇസ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. സോ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആർ മെമ്മറിലെസ് ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്സ്. അതായത് എന്തുവാണ്, ഈ ഒരു ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു മെമ്മറി എലമെൻറ്റ് ഉണ്ടായിരിക്കത്തില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസ്റ്റൻറ്റിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ഇൻപുട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പ്രീവിയസ് ഇൻപുട്ടിനെയോ പ്രീവിയസ് ഔട്ട്പുട്ടിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ബിക്കോസ് ദർ ഈസ് നോ മെമ്മറി എലമെൻറ്റ്. ആൻഡ് these combinational circuits are made up of combining basic logic gates, NAND gate, NOR gate and NOT gate. So ഇതിനെയൊക്കെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട്സ് കിട്ടും. സോ ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻകോഡേഴ്സ്, ഡീകോഡേഴ്സ്, മൾട്ടിപ്ലെക്സേഴ്സ്, ഡീമൾട്ടിപ്ലെക്സേഴ്സ്, ആഡേഴ്സ്, സബ്ട്രാക്ടേഴ്സ്, ഇതൊക്കെ കോമ്പിനേഷണൽ സർക്യൂട്ട്സിന് എക്സാമ്പിൾസ് ആണ്. And the basic components of a combinational circuits are input variables, logic gates and output variables. ആ ഒരു ഫിഗറിൽ നമുക്കത് മനസ്സിലാവും. There will be multiple input variables and some logic circuit is there and one or more output is also there. Half adder. The half adder accepts two binary digits x and y on its input and produces two binary digit outputs, a sum bit and a carry bit. So here logic diagram കാണുമ്പോൾ തന്നെ അറിയാം രണ്ട് ഇൻപുട്ട് ആണുള്ളത് എക്സും വൈയും, ആൻഡ് ടു ഔട്ട്പുട്ട്സ് ആർ എസ് ആൻഡ് സി, ദാറ്റ് ഇസ് സം ആൻഡ് ക്യാരി. സോ ആദ്യം സമ്മിൻ്റെ ഇക്വേഷൻ എന്താണ്, എക്സ് ഡാഷ് വൈ പ്ലസ് എക്സ് വൈ ഡാഷ്. സോ ഇതെന്തിൻ്റെ ഇക്വേഷനാണ്, എസ് ഇസ് ഈക്വൽ ടു എക്സ് ഓർ വൈ. നമ്മൾ ഓൾറെഡി എക്സ് ഓർ ഗേറ്റിൻ്റെ ഇക്വേഷനൊക്കെ നോക്കിയതായിരുന്നു. സോ എസ് ഇസ് ഈക്വൽ ടു എക്സ് ഓർ വൈ. സോ ഹിയർ സമ്മ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സിനെയും വൈനെയും ഒരു എക്സ് ഓർ ഗേറ്റിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് സം, ആൻഡ് ക്യാരി ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ. സോ നമ്മൾ അതിനൊരു ആൻഡ് ഗേറ്റിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എക്സ് ഡോട്ട് വൈ, സി ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ. ആൻഡ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്കിവിടെ കാണാം. Here when x is equal to 0 and y is equal to 0, sum is equal to 0 and carry is equal to 0. When x is equal to 0 and y is equal to 1, sum is equal to 1 and carry is equal to 0. Similarly, for all the combinations we get sum and carry value based on the XOR gate and AND gate. That is, for sum we get the value of XOR operation, and for carry we get the value of AND operation. So this is the basics of half adder. Next എന്താണ് ഫുൾ ആഡർ നോക്കാം. ഈ ഫുൾ ആഡറിനകത്ത് 3 ഇൻപുട്സും 2 ഔട്ട്പുട്സും ആണ് ഉള്ളത്. The first 2 inputs are x and y, and the third input is a carry input, that is z.
ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ സി ഔട്ടും സമം ആസ് ഓൾറെഡി വി ഡിസ്കസ്ഡ് ഇൻ ഹാഫ് ആഡേഴ്സ്. സോ ഇവിടുത്തെ ലോജിക്കൽ ഇക്വേഷൻ വരുന്നത് സമ്മിൻ്റെ ഇക്വേഷൻ എന്താണ്? എസ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് വൈ ഡാഷ് ഇസെഡ് പ്ലസ് എക്സ് ഡാഷ് വൈ ഇസെഡ് ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് ഇസെഡ് ഡാഷ് പ്ലസ് എക്സ് വൈ ഇസെഡ്. ആൻഡ് ദിസ് ഇസ് ഇക്വലൻറ്റ് ടു എക്സ് എക്സോർ വൈ എക്സോർ ഇസെഡ്. സോ അതുകൊണ്ടാണ് സമ്മിന് ഈ ഒരു ലോജിക് ഡയഗ്രാമിനകത്ത് നമുക്ക് രണ്ട് എക്സോർ ഗേറ്റ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിഷ്യലി എക്സും വൈയും എക്സോർ എടുക്കുന്നു, ദെൻ അതിൻ്റെ ഔട്ട്പുട്ടിനെ ഇസഡുമായിട്ട് എക്സോർ എടുക്കുന്നു. ദാറ്റ് ഈസ് ഹൗ വി ഗെറ്റ് എസ്. ദെൻ നൗ ക്യാരി ഈസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് എക്സ് ഇസെഡ് പ്ലസ് വൈ ഇസെഡ്. സോ ഇവിടെ എന്താണ്? രണ്ട് നാൻ ഗേറ്റ് യൂസ് ചെയ്ത് ആൻഡ് ഫൈനലി ഒരു ഓർ ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സി എടുക്കുന്നത്. സോ ഇതിൻ്റെ ട്രൂത്ത് ടേബിളും നമുക്കിവിടെ കാണാം. ഹിയർ വി ആർ ഹാവിങ് three inputs and 2 outputs, whereas in half adder we have only 2 inputs. സോ അതിൻ്റേതായ മാറ്റങ്ങൾ, അതായത് 3 ഇൻപുട്സ് വരുമ്പോൾ ടോട്ടൽ 8 കണ്ടീഷൻസ് വരും. സോ അതിൻ്റെ ബേസിസിലാണ് ഈ ഒരു ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ഒരു എൻകോഡർ സർക്യൂട്ട്? It is also a combinational circuit which will have n number of input lines and m number of output lines. സോ ഈ ഒരു ഫിഗറിൽ കാണാം കുറേ ഇൻപുട്ട് ലൈൻസ് ഉണ്ട് ആൻഡ് കുറേ ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ട്. സോ ഇതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഫോർ n ഔട്ട്പുട്ട് ലൈൻസ് it can have a maximum of 2 raised to n input lines. അതായത് ഫോർ എക്സാമ്പിൾ ഒക്ടൽ ടു ബൈനറി എൻകോഡർ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് 8 to 3 എൻകോഡർ. സോ അതിനകത്ത് ഔട്ട്പുട്ട് ലൈൻസ് എന്ന് പറയുന്നത് 3 ആണ്. സോ നമ്പർ ഓഫ് ഇൻപുട്ട് ലൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 raised to 3 that is equal to 8. That is how it is called 8 to 3 encoder. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 to 2 എൻകോഡർ. അതിനകത്ത് ഔട്ട്പുട്ട് ലൈൻസിൻ്റെ എണ്ണം 2 ആണ്. സോ ഇൻപുട്ട് ലൈൻസ് എത്ര വരെ വരാം? 2 raised to 2 that is equal to 4. That is how it came 4 to 2 encoder. ഇനി അടുത്തത് ഡീകോഡർ നോക്കുകയാണെങ്കിൽ അതും ഒരു കോമ്പിനേഷൻ സർക്യൂട്ടാണ്, ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ എൻകോഡർ സർക്യൂട്ട്. സോ ഒരു ഫിഗറിൽ കാണാം n ഇൻപുട്സിന് 2 raised to n പോസിബിൾ ഔട്ട്പുട്ട്സ് ഉണ്ടാകാം അറ്റ് മാക്സിമം. അതാണ് ഡീകോഡറിൻ്റെ ലോജിക് എന്ന് പറയുന്നത്. ഹിയർ ഇൻ ദിസ് ഫിഗർ വി ക്യാൻ സി an n to 2 raised to n ഡീകോഡർ സർക്യൂട്ട്. സോ നമ്മൾ ഡിഫറെൻറ്റ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് നോക്കി. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഇസ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. സോ ഈ ഒരു ഫിഗറിൽ കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്തുവാണ്? എ കോമ്പിനേഷണൽ സർക്യൂട്ട് അലോങ് വിത്ത് എ മെമ്മറി എലമെൻറ്റ് ഇസ് കോൾഡ് എ സീക്വൻഷ്യൽ സർക്യൂട്ട്. സോ നമ്മൾ നേരത്തെ കോമ്പിനേഷണൽ സർക്യൂട്ട് നോക്കിയപ്പോൾ പറഞ്ഞായിരുന്നു അവിടെ ഒരു മെമ്മറി എലമെൻ്റ് ഇല്ല. സോ കറണ്ട് ഔട്ട്പുട്ട് കറണ്ട് ഇൻപുട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. നൗ ഈ ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? മെമ്മറി എലമെൻ്റ് ഉണ്ട് ആൻഡ് വിച്ച് സ്റ്റോഴ്സ് ദ ഔട്ട്പുട്ട് ഫ്രം ദിസ് കോമ്പിനേഷണൽ സർക്യൂട്ട്. സോ ഇവിടെ ഈ ഒരു മെമ്മറി എലമെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ കറണ്ട് ഔട്ട്പുട്ട് കറണ്ട് ഇൻപുട്ടിനെയും പ്രീവിയസ് സ്റ്റേറ്റിലുള്ള ഔട്ട്പുട്ടിനെയും ദാറ്റ് ഇസ് ദിസ് സ്റ്റോർഡ് ഔട്ട്പുട്ടിനെയും എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് ഇസ് ദ ലോജിക് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. ദീസ് സർക്യൂട്ട്സ് ആർ capable of remembering data with the help of this memory elements. Now, these circuits are quite complex and they are capable of implementing complex logic gates with memory. രണ്ട് ടൈപ്പ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആണുള്ളത്, അസിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് ആൻഡ് സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട്. സോ ആദ്യത്തെ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ അസിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാകത്തില്ല? ഒരു ക്ലോക്ക് ഉണ്ടാകത്തില്ല. ദേ ആർ നോട്ട് സിൻക്രണൈസ്ഡ് ബൈ എ ക്ലോക്ക് സിഗ്നൽ and the output of the circuit changes directly in response to the inputs. ഇനി സിൻക്രണസിൻ്റെ കേസ് വരുവാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? മെമ്മറി എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്തൊരു ക്ലോക്ക് സിഗ്നലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ആൻഡ് the state of device changes only at discrete times in response to this clock pulse. So ഇതെന്താണ്? synchronized by this clock pulse. That is called synchronous sequential circuits. So നമ്മൾ sequential circuit എന്താണെന്ന് നോക്കി. And the examples of sequential circuits include flip-flops, registers, counters, etc.
സോ ഇതൊക്കെ നോക്കുന്നതിന് മുമ്പ് ആദ്യം ബേസിക്കായിട്ട് എന്താണ് ഒരു ക്ലോക്ക് സിഗ്നൽ എന്ന് നോക്കണം. സോ വാട്ട് ഈസ് എ ക്ലോക്ക് സിഗ്നൽ ഓർ എ ക്ലോക്ക് പൾസ്? It is a time varying voltage signal applied to control the operation of a flip flop. സോ എന്താണ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേരിയിങ് വോൾട്ടേജ് സിഗ്നലാണ് ക്ലോക്ക് പൾസ്. നൗ ഈ ഒരു ഫിഗർ കാണുകയാണെങ്കിൽ വി ക്യാൻ സീ എ ക്ലോക്ക് പൾസ് ഓഫ് ഈക്വൽ വിഡ്ത്ത്. സോ ഈ ഒരു ഫിഗറിനകത്ത് ഇനിഷ്യലി സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ദാറ്റ് ഇസ് ഫ്രം ലോ ആൻഡ് റൈസിങ് ടു ഹൈ. സോ ലോയിൽ നിന്ന് ഹൈയിലോട്ട് പോകുന്ന ആ ഒരു എഡ്ജിനെയാണ് നമ്മൾ റൈസിങ് എഡ്ജ് എന്ന് പറയുന്നത്. ആൻഡ് തിരിച്ചു നോക്കുകയാണെങ്കിൽ ഹൈയിൽ നിന്ന് ലോയിലോട്ട് വരുന്ന ആ ഒരു എഡ്ജിനെ നമ്മൾ ഫോളിങ് എഡ്ജ് എന്ന് പറയും. നൗ ഈ ഒരു ക്ലോക്ക് പൾസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് ഈക്വൽ വിഡ്ത്ത്, ദാറ്റ് ഈസ് the time for which it is in the high state is equal to the time for which it is in the low state. അതുകൊണ്ട് തന്നെ we can say that the duty cycle of this clock pulse is equal to 50%. Duty cycle എന്ന് പറയുമ്പോൾ എന്തുവാണ്? It is defined as a fraction of a period of clock during which the clock is in active state. അതായത് ക്ലോക്ക് എപ്പോഴൊക്കെയാണ് ആക്റ്റീവ് ആയിട്ടുള്ളത് ആ ഒരു റേഷ്യോ ആണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈക്വൽ വിഡ്ത്ത് ആണ്. സോ എപ്പോഴൊക്കെ ഹൈ ആയിട്ടുണ്ടോ അത്രയും സെയിം ടൈം തന്നെയാണ് ലോ ആയിട്ടുള്ളത്. സോ ഹിയർ ദ ഡ്യൂട്ടി സൈക്കിൾ ഇസ് ഈക്വൽ ടു 50%. ട്രിഗറിങ്. എന്താണ് ട്രിഗറിങ്? സോ നമ്മൾ പറഞ്ഞൊരു സിങ്ക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ടിനകത്ത് ക്ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ക്ലോക്കിൻ്റെ സ്റ്റേറ്റിൻ്റെ ബേസിസിലായിരിക്കും ഔട്ട്പുട്ട് ഓഫ് ദ സർക്യൂട്ട് ആക്റ്റീവ് ആവുന്നതും സർക്യൂട്ട് അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്നതും ഈ ക്ലോക്ക് പൾസിൻ്റെ സ്റ്റേറ്റിൻ്റെ ബേസിസിലായിരിക്കും. സോ ട്രിഗറിങ് മീൻസ് മേക്കിംഗ് എ സർക്യൂട്ട് ആക്റ്റീവ്. ദർ ആർ 2 types of triggering, level triggering and edge triggering. Level triggering എന്ന് പറയുമ്പോൾ whenever the clock pulse is in the high state, then it is called positive level triggering. അതായത് ഹൈ സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്താണ് സർക്യൂട്ട് ആക്റ്റീവ് ആകുന്നത് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ലെവൽ ട്രിഗറിങ്. ആൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആകുമ്പോൾ അത് നെഗറ്റീവ് ലെവൽ ട്രിഗറിങ്. ദാറ്റ് ഈസ് whenever the pulse is in the whenever the pulse is in the low state and the circuit is becoming active, then this state is called negative level triggering. സോ അടുത്തത് എഡ്ജ് ട്രിഗറിങ്. എന്താണ് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ്? whenever the clock pulse is in the rising edge, then it is called positive edge triggering, and at that time the circuit will become active in positive edge triggering. In negative edge triggering, the circuit will become active in the falling edge. Okay. സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് SR ലാച്ച് എന്നതാണ്. ഈ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സും കൗണ്ടേഴ്സൊക്കെ നോക്കുന്നതിന് മുമ്പ് ഏറ്റവും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ലാച്ചാണ് SR ലാച്ച്. സോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. SR ലാച്ച് 2 ടൈപ്പാണ് വരുന്നത്, നോർ SR ലാച്ചും നാണ്ട് SR ലാച്ചും. സോ ആദ്യമായിട്ട് നമുക്ക് നോർ SR ലാച്ച് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. 2 ഇൻപുട്സാണുള്ളത്, R ആൻഡ് S. R ഫോർ റീസെറ്റ് ആൻഡ് S ഫോർ സെറ്റ്. 2 ഔട്ട്പുട്ട്സ് വരുന്നുണ്ട്, Q ആൻഡ് Q ബാർ. 2 നോർ ഗേറ്റ്സിലോട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. Qയും Q ബാറും എന്ത് ചെയ്തിട്ടുണ്ട്? ഫീഡ്ബാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ SR ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് നോർ SR ലാച്ചിൻ്റെ ഓപ്പറേഷൻ എന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് നോർ ഗേറ്റിൻ്റെ ഓപ്പറേഷൻ എന്ന് ഓർത്ത് നോക്കാം. ഓക്കെ, നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ് സൈഡിൽ കൊടുത്തേക്കുന്നത്. ദാറ്റ് ഇസ് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഏതെങ്കിലും 2 ഇൻപുട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും എന്തായിരിക്കണം? 1 ആയിരിക്കണം. ദെൻ ദ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 0. 2 ഇൻപുട്ടും 0 ആണെങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട് എന്താകുന്നത്? 1 ആകുന്നത്. ഇതാണ് നോർ ഗേറ്റ്. സോ ഇനി നമുക്ക് നോർ SR ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിളിലോട്ട് വരാം. 4 കണ്ടീഷൻസാണ് വരുന്നത്, 0 0 1 0 0 1 ആൻഡ് 1 1. നമുക്ക് ആദ്യം സെക്കൻഡ് കണ്ടീഷൻ എടുക്കാം. ദാറ്റ് ഇസ് S is equal to 1 and R is equal to 0. സോ നമുക്ക് ഈ വാല്യൂ നമ്മുടെ ഡയഗ്രത്തിലോട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. R is equal to 0 and S is equal to 1. നമ്മൾ ട്രൂത്ത് ടേബിളിലെ സെക്കൻഡ് കേസാണ് നോക്കുന്നത്, 1 0. സോ നമ്മുടെ ഇവിടുത്തെ എസ്സിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. സോ നോർ ഗേറ്റിനകത്തോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു ഇൻപുട്ടിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ
since s is equal to 1, the value of q bar is equal to 0. Now this q bar is given as feedback to the another NOR gate. സോ അവിടുത്തെ ആറിൻ്റെ വാല്യൂ എന്താണ്? ആർ ഇസ് ഈക്വൽ ടു 0. ആൻഡ് ഇപ്പോൾ കൊടുത്ത നമ്മുടെ ക്യൂ ബാറിൻ്റെ വാല്യൂ എന്താണ്? ഓൾസോ 0. സോ 0 വിൽ പ്രൊവൈഡ് ആൻ ഔട്ട്പുട്ട് 1. സോ ക്യൂവിൻ്റെ വാല്യൂ 1 ആൻഡ് ക്യൂ ബാർ ഇസ് ഈക്വൽ ടു 0. നമുക്ക് സെക്കൻഡ് റോ കിട്ടിക്കഴിഞ്ഞു. സെക്കൻഡ് റോയുടെ ഔട്ട്പുട്ട് കിട്ടി. ദാറ്റ് ഈസ് വെൻ എസ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് ആർ ഇസ് ഈക്വൽ ടു 0 വി വിൽ ഗെറ്റ് ക്യൂ ആസ് 1 ആൻഡ് ക്യൂ ബാർ ആസ് 0. ഞാൻ പറഞ്ഞു നമ്മുടെ ലോജിക് സർക്യൂട്ട്സിൻ്റെ കേസിൽ വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 1 ആവുന്ന കേസിനെ നമ്മൾ സെറ്റ് എന്നും ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 0 ആവുന്ന കേസിനെ നമ്മൾ റീസെറ്റ് കണ്ടീഷൻ എന്നും പറയും. സോ ഹിയർ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത സെക്കൻഡ് കേസിനകത്ത് ഔട്ട്പുട്ട് ക്യൂ ഇസ് ഈക്വൽ ടു 1 ആണ്. സോ ദിസ് സ്റ്റേറ്റ് ഇസ് കോൾഡ് ലാച്ച് സെറ്റ്. ഇപ്പോഴത്തെ നമ്മുടെ പ്രസൻറ്റ് ഔട്ട്പുട്ട്സ് ഏതൊക്കെയാണ്? ക്യൂ ഇസ് ഈക്വൽ ടു 1 ആൻഡ് ക്യൂ ബാർ ഇസ് ഈക്വൽ ടു 0. സോ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ എസ് ഇസ് ഈക്വൽ ടു 0 ആർ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ എസ് ഇസ് ഈക്വൽ ടു 0 ആണ്, അതായത് ആദ്യത്തെ കേസ് എസ് ഇസ് ഈക്വൽ ടു 0, ആർ ഇസ് ഈക്വൽ ടു 0 ആൻഡ് ക്യൂ ഇസ് ഈക്വൽ ടു പ്രീവിയസ് ഔട്ട്പുട്ട്സ് ദാറ്റ് ഇസ് 1 ആൻഡ് ക്യൂ ബാർ ഇസ് ഈക്വൽ ടു 0. സോ ക്യൂ ഇസ് ഈക്വൽ ടു 1 ആണ്. സോ ആ വാല്യൂ എന്താണ്? ഫീഡ്ബാക്ക് ചെയ്ത് താഴത്തെ നോർ ഗേറ്റിലോട്ട് വരികയാണ്. സോ അവിടുത്തെ എസിൻ്റെ വാല്യൂ 0 ആണ്, ക്യൂവിൻ്റെ വാല്യൂ 1 ആണ്. സോ ഏതെങ്കിലും ഒരു വാല്യൂ 1 ആകുമ്പോഴത്തേക്കും ക്യൂ ബാറിൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. സോ നമുക്ക് ക്യൂ ബാർ കിട്ടി. ക്യൂ ബാർ ഇസ് ഈക്വൽ ടു 0. ഇനി അടുത്തത് ക്യൂ ബാറിൻ്റെ വാല്യൂ ആറിലോട്ട് ഫീഡ്ബാക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ 0 വിൽ പ്രൊവൈഡ് ആൻ ഔട്ട്പുട്ട് 1. സോ ക്യൂവിൻ്റെ വാല്യൂ എന്താണ്? 1. സോ നമ്മുടെ മുൻപത്തെ കേസിലും ക്യൂ ഇസ് ഈക്വൽ ടു 1 ആയിരുന്നു, ക്യൂ ബാർ ഇസ് ഈക്വൽ ടു 0 ആയിരുന്നു. ഇപ്പോഴും നമ്മൾ ആദ്യത്തെ എസ് ഇസ് ഈക്വൽ ടു 0 ആർ ഇസ് ഈക്വൽ ടു 0 കൊടുത്തപ്പോഴും സെയിം സ്റ്റേറ്റിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? തുടരുന്നത്. ദാറ്റ് ഇസ് ക്യൂ ഇസ് ഈക്വൽ ടു 1 ആൻഡ് ക്യൂ ബാർ ഇസ് ഈക്വൽ ടു 0. സോ ഈ ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നോ ചേഞ്ച് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? മെമ്മറി സ്റ്റേറ്റ് എന്ന് പറയും. ദാറ്റ് ഇസ് അവിടെ എന്തില്ല? മാറ്റം വരുന്നില്ല, സെയിം ഔട്ട്പുട്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് ഇതുപോലെ നമ്മൾ തേർഡ് കേസ് നോക്കും. തേർഡ് കേസ് നോക്കുമ്പോഴും ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് നമ്മൾ സെക്കൻഡ് കേസ് നോക്കിയതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വരും. വി വിൽ ഗെറ്റ് ക്യൂ ഇസ് ഈക്വൽ ടു 0 ആൻഡ് ക്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു 1. ഇത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്താൽ മതി, മനസ്സിലാവും. ഇതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്താൽ പിടികിട്ടാന്നുള്ളതേ ഉള്ളൂ. സോ ആ തേർഡ് കേസിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലാച്ച് റീസെറ്റ് സിൻസ് ക്യൂ ഇസ് ഈക്വൽ ടു 0. ഇനി അടുത്ത ഫോർത്ത് കേസ്, തേർഡ് സ്റ്റേറ്റിലും when we are giving s is equal to 0 and r is equal to 0, we will get the same output. That is ക്യൂവിൻ്റെയും ക്യൂ ഡാഷിൻ്റെ വാല്യൂ എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല. പ്രീവിയസ് ഔട്ട്പുട്ട് തന്നെ റിമെയിൻ ചെയ്യും. സോ അതുകൊണ്ടാണ് ആദ്യത്തെ സ്റ്റേറ്റിനെ നമ്മൾ എന്ത് പറഞ്ഞത്? നോ ചേഞ്ച് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് ദ ഫോർത്ത് ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. അതെന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ് ആണ്. അതിനകത്ത് എസ് ഇസ് ഈക്വൽ ടു 1 ആർ ഇസ് ഈക്വൽ ടു 1. സോ നമ്മളിത് നമ്മുടെ ഗേറ്റിലോട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, നമ്മുടെ ലാച്ചിലോട്ട് ഈ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ക്യൂ ഇസ് ഈക്വൽ ടു 1 ആൻഡ് ഓൾസോ ക്യൂ ബാർ ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഇസ് ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ ബാർ വിച്ച് ഇസ് ഇമ്പോസിബിൾ. ക്യൂ വിൽ നോട്ട് ബി ഈക്വൽ ടു ക്യൂ ബാർ. സോ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഇൻവാലിഡ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ 4 കണ്ടീഷൻസ് എന്ന് പറഞ്ഞത്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു നോർ എസ് ആർ ലാച്ചിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് നാൻഡ് എസ് ആർ ലാച്ച് എങ്ങനെയാണെന്ന് നോക്കാം. സെയിം ഡയഗ്രാം, നോർ ഗേറ്റിന് പകരം 2 നാൻഡ് ഗേറ്റ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ട്രൂത്ത് ടേബിൾ, നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ വെച്ച് നാൻഡ് എസ് ആർ ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. ആഫ്റ്റർ we constructing a table, we can find that it is just opposite to the NOR SR latch table. Here when S is equal to 0 and when R is equal to 0, we will get Q is equal to Q dash is equal to invalid state. That is they will become equal and it is an invalid state. When S is equal to 0 and R is equal to 1, we get Q is equal to 0 and Q dash is equal to 1. That is latch reset since Q is equal to 0. Similarly, we get latch set and no change state. Okay.
ഇത് നിങ്ങൾക്ക് സിംപ്ലി നേരത്തെ പോലെ നമ്മുടെ നോർ ഗേറ്റ് ഡെറൈവ് ചെയ്തതുപോലെ ഡെറൈവ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. നാൻഡ് എസ് ആർ ലാച്ചിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, 2 നാൻ ഗേറ്റ്, എല്ലാം നേരത്തെ പോലെ സെയിം തന്നെയാണ്. അതിൻ്റെ ഓപ്പറേഷൻസ് വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. വെൻ എസ് ഇസ് ഈക്വൽ ടു 0, ആർ ഇസ് ഈക്വൽ ടു 0, വി വിൽ ഗെറ്റ് ഇൻവാലിഡ് സ്റ്റേറ്റ്. വെൻ എസ് ഇസ് ഈക്വൽ ടു 0, ആർ ഇസ് ഈക്വൽ ടു 1, we will get latch reset. When s is equal to 1 and r is equal to 0, we get latch set, and when s is equal to 1 and r is equal to 1, we get no change state. Okay, this is all about latches, SR latches. നമ്മുടെ ഫൈനൽ ടോപ്പിക്, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് വന്നേക്കുവാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഈ ടോപ്പിക്കിൽ നിന്ന് ഒരുപാട്. സോ what is a flip-flop? Flip-flop is a synchronous sequential circuit which generally samples its inputs and changes to its outputs only at particular instant of time and not continuously. അതായത് particular instant of time, which means ക്ലോക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യും, ഫങ്ഷൻ ചെയ്യും. ബട്ട് ഇൻ നോട്ട് കണ്ടിന്യൂസ്ലി ആസ് ഇൻ ദ കേസ് ഓഫ് ലാച്ചസിൽ എങ്ങനെയായിരുന്നു, അവിടെ ഒരു ക്ലോക്ക് ഇല്ല. സോ വെൻ എവർ ദ ഇൻപുട്ട് ഇസ് ഗെറ്റിംഗ് ചേഞ്ച്ഡ്, ദ ഔട്ട്പുട്ട് is also getting changed. അതുപോലെ അല്ല ഇൻ ദ കേസ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഇറ്റ് ഇസ് എ സിങ്ക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് ആൻഡ് ഇറ്റ് ചേഞ്ചസ് ഓൺലി വെൻ എവർ ദ ക്ലോക്ക് പൾസ് ഇസ് റെഡി. ഓക്കെ, ബേസിക്കലി 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് പഠിക്കാനുള്ളത്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ആദ്യം നമുക്ക് എന്താണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് നോക്കാം. സോ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സിമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് 2 ഇൻപുട്ട്സ് ഉണ്ട്, S and R, ആൻഡ് 2 ഔട്ട്പുട്ട്സ് അതെ Q and Q bar. ഒരു ക്ലോക്ക് സിഗ്നൽ, ദാറ്റ് ഇസ് E എന്നുള്ളൊരു സിഗ്നലും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സിൻസ് ഇറ്റ് ഇസ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതിൻ്റെ ലോജിക് ഡയഗ്രം ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ SR നാൻഡ് ലാച്ചിൻ്റെ ഡയഗ്രമാണ്. അതിനെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്താണ് നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡയഗ്രം വരച്ചിരിക്കുന്നത്. സോ SR ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ SR ലാച്ചിൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് യൂസ് ചെയ്തിട്ട് വേണം നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യാൻ. സോ ഇതിനകത്ത് നമുക്ക് 3 ഇൻപുട്ട്സ് ആണ് വരുന്നത്, E, S ആൻഡ് R. ആൻഡ് ഇൻ്റെ വാല്യൂ 0 ആയിരിക്കുന്ന സമയത്ത് വാട്ട് എവർ ബി ദ വാല്യൂ ഓഫ് S ആൻഡ് R, എന്ത് സംഭവിക്കുന്നില്ല, Qനും Q ബാറിനും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ദാറ്റ് ഇസ് ദേ ആർ ഹാവിങ് ദ നോ ചേഞ്ച് സ്റ്റേറ്റ്. അതായത് E ഈസ് ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ഫങ്ഷൻ ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് സിംപ്ലി എ മെമ്മറി എലമെൻറ്റ്. ഓക്കെ, ദെൻ E ഈസ് ഈക്വൽ ടു 1 എന്നുള്ളൊരു കേസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ E ഈസ് ഈക്വൽ ടു 0 എന്നുള്ള കേസിൽ എന്ത് ചെയ്യുന്നില്ല, സർക്യൂട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. നൗ E ഈസ് ഈക്വൽ ടു 1 എന്നുള്ള കേസിൽ എസിൻ്റെയും ആറിൻ്റെയും കോമ്പിനേഷൻ അനുസരിച്ച് ക്യൂൻ്റെയും ക്യൂ ബാറിൻ്റെയും ഔട്ട്പുട്ട് എങ്ങനെ മാറുന്നു ആൻഡ് എന്തൊക്കെയാണ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. സോ നമ്മൾ നേരത്തെ പോലെ തന്നെ ആദ്യം സെക്കൻഡ് കേസാണ് കൺസിഡർ ചെയ്യുന്നത്, ദാറ്റ് ഇസ് S ഇസ് ഈക്വൽ ടു 0 ആൻഡ് R ഇസ് ഈക്വൽ ടു 1. സോ ഇത് നമുക്ക് ലോജിക് ഡയഗ്രത്തിലോട്ട് 0, 1 വാല്യൂസ് ഇട്ട് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടാമെന്നുള്ളതേ ഉള്ളൂ. സോ ആഫ്റ്റർ സിംപ്ലിഫൈങ് by providing E is equal to 1, S is equal to 0, S is equal to 0 and R is equal to 1, we will get Q is equal to 0 and Q bar is equal to 1. So since Q is equal to 0, the state is called reset state. So അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, ബാക്കി എല്ലാ സ്റ്റേറ്റും SR ലാച്ചിൻ്റെ ബേസിസിൽ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എന്ത് ചെയ്യാം, കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. സോ നിങ്ങൾ അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്തത് D ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സിമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇതിനകത്തൊരു സിംഗിൾ ഇൻപുട്ട് D ആൻഡ് ക്ലോക്ക് ഇൻപുട്ട് E, ദെൻ 2 ഔട്ട്പുട്ട്സ് ആർ ദ Q ആൻഡ് Q ബാർ. എൻ്റെ ലോജിക് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ D എന്നുള്ള ഇൻപുട്ടിനെ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത്, Dയും D ബാറുമായിട്ട്. Dയുടെ ഇൻവേർഷൻ എടുത്തിട്ടാണ് താഴോട്ടുള്ള നാൻ ഗേറ്റിലോട്ട് കൊടുത്തേക്കുന്നത്. സോ നമ്മുടെ അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാനായിട്ട് നമുക്ക് എന്ത് വേണം, SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ വേണം. സോ അതാണ് സൈഡിൽ ഞാൻ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ കൊടുത്തേക്കുന്നത്. സോ E ഈസ് ഈക്വൽ ടു 1 ആകുന്ന കണ്ടീഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സർക്യൂട്ട് ആക്റ്റീവ് ആവുന്നുള്ളൂ. സോ E ഈസ് ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ എടുത്തിട്ടുണ്ട്. ആൻഡ് Dയുടെ വാല്യൂ 0 ഇട്ടും 1 ഇട്ടും നമ്മൾ നോക്കുന്നുണ്ട്. സോ വെൻ E ഈസ് ഈക്വൽ ടു 1 ആൻഡ് D ഈസ് ഈക്വൽ ടു 0,
Q is equal to Qn plus 1, that is next state is equal to 0 and Qn plus 1 bar is equal to 1. അതുകൊണ്ട് ഈ സ്റ്റേറ്റ് എന്താണ് റീസെറ്റ് സ്റ്റേറ്റ്. Now when input E is equal to 1 and D is equal to 1, the output is equal to 1 and Qn plus 1 bar is equal to 0. So it is a set state. അടുത്തതായിട്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എന്താ വ്യത്യാസം വരുന്നത് സർക്യൂട്ട് ഡയഗ്രാമിൽ? SRന് പകരം നമ്മൾ JK യൂസ് ചെയ്യുന്നു ആൻഡ് ദ ഔട്ട്പുട്ട് Q ആൻഡ് Q bar is given feedback to the feedback as input. Okay, Q bar is given with J and Q is given with K. അതാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ വരുന്ന മാറ്റങ്ങൾ. ദെൻ നമ്മൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ എവിടെ നിന്നാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നാണ്. അതിൻ്റെ ഒരു അവസാനത്തെ സ്റ്റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ when J is equal to 1 and K is equal to 1 and E is equal to 1, ആ ഒരു കേസിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ടോഗിൾ സ്റ്റേറ്റ് ആണ്. ദാറ്റ് ഈസ് ന്യൂ ടു എസ്. ഓക്കെ, that is when new state Qn plus 1 is equal to Q bar and Qn plus 1 bar is equal to Qn. സോ ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടോഗിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് അങ്ങനെ ഒരു സ്റ്റേറ്റ് എന്തോന്നായിരുന്നു? ഇൻഡെഫിനിറ്റ് അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേറ്റ് ആയിരുന്നു. ദാറ്റ് ഈസ് അത് നമുക്ക് ഒട്ടും പോസിബിൾ അല്ലാത്ത ഒരു സ്റ്റേറ്റ് ആയിരുന്നു. സോ ആ ഒരു ഡിസഡ്വാൻറ്റേജ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ടോഗിൾ സ്റ്റേറ്റിലൂടെ ഓവർകം ചെയ്യുകയാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് ഈ ഇൻപുട്സൊക്കെ ലോജിക് ഡയഗ്രത്തിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. സോ നിങ്ങളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ദ നെക്സ്റ്റ് വൺ ഇസ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ദ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതിനകത്ത് നമ്മൾ D ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് എന്തുവായിരുന്നു? D എന്നുള്ള ഇൻപുട്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് ഇൻവേർട്ട് ചെയ്തിട്ടായിരുന്നു സെക്കൻഡിനകത്തോട്ട് Dയും D ഡാഷും ആയിട്ടായിരുന്നു കൊടുത്തത്. ബട്ട് T ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് എന്താണ് ചെയ്യുന്നത്? സെയിം ഇൻപുട്ട് തന്നെയാണ് രണ്ടിടത്തും കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എത്ര ഇൻപുട്ടേ വരുന്നുള്ളൂ? 2 ഇൻപുട്ടേ വരുന്നുള്ളൂ. ഒന്ന് ക്ലോക്ക് ഇൻപുട്ടും ഒന്ന് T. ഓക്കെ, സോ E is equal to 1 and T is equal to 0. The output is equal to Qn and Qn bar, that is no change state. And when E is equal to T is equal to 1, the outputs are Qn bar and Qn, that is toggle state. This is all about the flip-flops. സോ നമ്മൾ യൂണിറ്റ് 2ൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏതാണ്ട് എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദർ ഇസ് എ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ consisting of previous year questions. You can work out it. Okay, thank you.